അക്കൗണ്ടൻസി പഠിക്കുന്ന മിക്ക വിദ്യാർത്ഥികളെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പറേഷൻ. എങ്ങനെയാണ് നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സാമിന് ഇത് ചോദിക്കില്ലെങ്കിലും ലെഡ്ജർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് എന്ത് ലെഡ്ജർ അക്കൗണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യാൻ +2-ലുള്ള എല്ലാ ചാപ്റ്ററിലും നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ലെഡ്ജർ അക്കൗണ്ട്സ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾ അക്കൗണ്ട്സിൻ്റെ ബേസ് കംപ്ലീറ്റ്ലി മനസ്സിലാവുകയുള്ളൂ. ജേണൽ എൻട്രി പഠിച്ച ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനെന്ത് ചെയ്യണം, ലെഡ്ജർ അക്കൗണ്ട്സ് എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു ഐഡിയ മനസ്സിലാക്കണം. സോ ലിബാൻ സാർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈസി ആയിട്ട് ലെഡ്ജർ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പഠിക്കാം. ആദ്യം നമുക്ക് ലെഡ്ജർ അക്കൗണ്ടിങ്ങിൻ്റെ ഫോർമാറ്റ് നോക്കാം. എന്താണ് ലെഡ്ജർ അക്കൗണ്ട്സ്? രണ്ട് സൈഡ് ഉണ്ടാവും. ഒരു വശം ഡെബിറ്റ് സൈഡ്, മറ്റൊരു വശം ക്രെഡിറ്റ് സൈഡ്. ഈ ഒരു സൈഡാണെന്ത്, ഡെബിറ്റ് സൈഡ്, അഥവാ നമ്മുടെ ഇടതുവശമാണ് ഡെബിറ്റ് സൈഡ്. അപ്പോൾ വലതുവശം എന്താണ്, ക്രെഡിറ്റ് സൈഡ്. ഈ രണ്ട് വശത്തിലും എന്താണ്, നമ്മൾ ഇടതുവശത്ത് DR എന്ന് പറയുന്നത് ഡെബിറ്റ് എന്നും വലതുവശത്ത് CR എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് എന്നും ചെയ്യും. സോ ഈ ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും 4 കള്ളികൾ ഉണ്ടാകും. ഡേറ്റ്, പർട്ടിക്കുലർ ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. ഡേറ്റ്, പർട്ടിക്കുലർ ലെഡ്ജർ ഫോളിയോ, എമൗണ്ട്. കേട്ടോ, രണ്ട് സൈഡിലും 4 വിധ കള്ളികൾ ഉണ്ടാവും. ഈ ഓരോ കള്ളിയുടെ ഉപയോഗം അല്ലെങ്കിൽ ഓരോരോ കോളത്തിൻ്റെ ഉപയോഗം ചെയ്യാം നമുക്ക് പിന്നീട് പറയാം. ഇതാണ് ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് നമ്മൾ ആദ്യം പഠിച്ചു വെക്കണം, എങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവുന്നത്. ഇനി ഈ ലെഡ്ജർ അക്കൗണ്ട്സിൽ എങ്ങനെയാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക, അതിന് 2 ഐഡിയ ഉണ്ട്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റൂൾ ഓഫ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ജേണൽ എൻട്രിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. 2 രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാം. പക്ഷേ ജനറലി നമ്മൾ പഠിച്ചു വെക്കേണ്ട രീതി എന്നുള്ളത് റൂൾ ഓഫ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്. എന്താ റൂൾ ഓഫ് ഡെബിറ്റ് ഓഫ് ക്രെഡിറ്റ്? അസറ്റ് എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതുക, കുറയുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഇൻകം ക്യാപിറ്റൽ ലയബിലിറ്റി അഥവാ ICL കൂടുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക, കുറയുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതുക. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, ക്യാഷ് അസറ്റാണ്. നമ്മുടെ കയ്യിൽ ക്യാഷ് റിസീവ് ചെയ്യുമ്പോൾ അഥവാ ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് കൂടുന്നു. സോ ഡെബിറ്റ്, ക്യാഷ് കോളത്തിൻ്റെ ഈ ഡെബിറ്റ് സൈഡിൽ എഴുതുക. നമ്മൾ ക്യാഷ് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് കുറയുന്നു, ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. നമ്മൾ ഒരു എക്സ്പെൻസ് വന്നാൽ, എക്സ്പെൻസ് അഥവാ നമ്മൾ സാലറി കൊടുത്താൽ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ എഴുതുക. സാലറി എന്ത് ചെയ്യില്ല, തിരിച്ചു കൊടുക്കില്ല, റിട്ടേൺ കൊടുക്കില്ലല്ലോ, അപ്പോൾ സാലറി കുറയില്ല. പർച്ചേസ് നമ്മുടെ ചിലവുകളല്ലേ, സോ പർച്ചേസ് കൂടുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ എഴുതണം. പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് അഥവാ നമ്മൾ വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, അതിൻ്റെ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ക്ലിയർ അല്ലേ? അപ്പം ഡെബിറ്റ് അഥവാ അസറ്റ് എക്സ്പെൻസ് പഠിച്ചു. ഇൻകം, നമ്മൾ സെയിൽ, സാധനങ്ങൾ വിൽക്കൂലേ, സാധനങ്ങൾ വിൽക്കുമ്പോൾ ഏത് സൈഡിൽ എഴുതണം, സിമ്പിളാണ്. ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ, കൂടുമ്പോൾ ക്രെഡിറ്റ് സൈഡ്. സോ ഇവിടെ ക്രെഡിറ്റ് സൈഡിൽ ഈ സൈഡിൽ എഴുതണം. ഇനി വിറ്റ സാധനം തിരിച്ചു വരുമ്പോൾ സെയിൽസ് റിട്ടേൺ, അപ്പോൾ ഇവിടെ എഴുതണം ഡെബിറ്റ് സൈഡ്, അതിൻ്റെ ടോട്ടൽ ഡെബിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. ഇനി നോക്കാം, ക്യാപിറ്റൽ ഓണർ, ബിസിനസ്സിലേക്ക് ഓണർ പൈസ കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് ചെയ്യണം, ഓണറിൻ്റെ ക്യാപിറ്റലിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. ഇനി ഈ കൊണ്ടുവന്ന പൈസ അയാൾ തിരിച്ചു കൊണ്ടുപോയി എവിടെ എഴുതണം, ഡെബിറ്റ് സൈഡിൽ എഴുതണം. സിമ്പിളാണ്. ലയബിലിറ്റി, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോൾ ക്രെഡിറ്റ് ആണ്, സോ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. ഈ ലോൺ തിരിച്ചടക്കുമ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഇതാണ് ഫസ്റ്റത്തെ അഥവാ റൂൾ ഓഫ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് വെച്ച് ചെയ്യുന്നത്. ഇനി മറ്റൊരു കേസ് ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യാം, ജേണൽ എൻട്രി വൈസ് ചെയ്ത് ചെയ്യുന്നത്. എന്താ, ജേണൽ എൻട്രിയിൽ 2 സൈഡ് ഉണ്ടാവും. ഒന്ന് ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് അല്ലേ. ഡാഷ് അക്കൗണ്ട് ടു ഡാഷ് അക്കൗണ്ട്. അപ്പോൾ ഡാഷ് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് ചെയ്ത ഐറ്റം ആയിരിക്കും. മറ്റേതെന്താ, ടു ഡാഷ് അക്കൗണ്ട്. അപ്പോൾ ക്രെഡിറ്റ് ചെയ്തതിന് 2 എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. അപ്പോൾ ഡെബിറ്റ് ചെയ്ത ഐറ്റത്തിൻ്റെ ഡെബിറ്റ് സൈഡിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതാം. ടു ക്യാപിറ്റൽ അല്ലേ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ഐറ്റംസ് ചെയ്യണം. അപ്പോൾ 2 സൈഡിൽ ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് എന്ന് 2 മെത്തേഡ് വെച്ചിട്ടും പഠിച്ചില്ലേ. ജേണൽ വെച്ചും പഠിച്ചു, അതോടൊപ്പം തന്നെ റൂൾ ഓഫ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് വെച്ച് പഠിച്ചു. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിമ്പിളായിട്ട് ഒരു ക്യാഷ് അക്കൗണ്ട് അഥവാ ക്യാഷ് അക്കൗണ്ട് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ എങ്ങനെ നോക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ക്യാഷ് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെ എന്ത് സംഭവിച്ചു, പിന്നെ നമ്മൾ ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, ഈ ഒരു ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. എത്ര, 5000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്തു 3000 ക്യാഷ്. സോൾഡ് ഗുഡ്സ് ടു നിഹാൽ ഫോർ ക്യാഷ് 4000. പെയ്ഡ് സാലറി 1500. ക്യാഷ് സെയിൽ 4000. ക്യാഷ് വിഡ്രോൺ ബൈ ഓണർ ഫോർ പേഴ്സണൽ യൂസ് 1000. കമ്മീഷൻ റിസീവ്ഡ് 1000. സിമ്പിൾ അല്ലേ. സോ ക്യാഷ് അസറ്റാണ്, സോ സിമ്പിളാണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ക്യാഷ് വെച്ച് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യും, ഇത് കൂടുതലല്ലേ, കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്. ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, നമ്മുടെ കയ്യിലത്തെ ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയിട്ടു. അപ്പോൾ 15000 ക്യാഷ് ഉണ്ടായിരുന്നു, അതിൽ 5000 എടുത്ത് ബാങ്കിൽ ഇട്ടു. അപ്പോൾ 5000 കുറഞ്ഞില്ലേ, സോ എന്ത് ചെയ്യണം, ഇത് കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ഗുഡ്സ് ഫോർ ക്യാഷ്, പർച്ചേസ് ചെയ്തു ഗുഡ്സ് അല്ലേ. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലെ ക്യാഷ് കുറയുന്നു, നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. സോൾഡ് ഗുഡ്സ്, സാധനം വിറ്റപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. സോ എത്ര, കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം 4000 കൂടി. സാലറി കൊടുക്കുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുകയല്ലേ ചെയ്യുക. അപ്പോൾ സാലറി കൊടുക്കുമ്പോൾ ക്യാഷ് കുറയുന്നു, കുറയുമ്പോൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. ക്യാഷ് സെയിൽ, സെയിൽസ് ആണ്, സെയിലാകുമ്പോൾ എന്ത് ചെയ്യണം, കൂടുമ്പോൾ
ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് വിഡ്രോൺ ബൈ ഓണർ ബിസിനസ് നിന്ന് പൈസ എടുത്തു. ഡ്രോയിങ്സ് ആണ് അല്ലേ, ബിസിനസ് പൈസ എടുക്കുമ്പോൾ എന്ത് ചെയ്യും, ക്യാഷ് കുറയില്ലേ, കുറയുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. കമ്മീഷൻ റിസീവ്, നമ്മുടെ എന്ത് ചെയ്തു, കുറേ സാധനം വിറ്റപ്പോൾ നമുക്ക് കമ്മീഷൻ കിട്ടി 1000 രൂപ. സോ കമ്മീഷൻ കിട്ടുമ്പോൾ ക്യാഷ് കൂടുതലേ, സോ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. സോ എങ്ങനെയാണ് ഡെബിറ്റ് ചെയ്യുക? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇതിൻ്റെ ജേണലിന് എന്താ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അഥവാ ഓണർ കൊണ്ടുവന്ന പൈസ ക്യാപിറ്റൽ അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇത് നമ്മൾ ഡേറ്റ് ഇടുന്നില്ല. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇത് 1 2 3 4 5 പോയോ 3 4 ഇത് കിട്ടുന്നില്ല അല്ലേ. സോ ഇവിടെ എന്താ, നമ്മൾ ഓരോ ഡേറ്റ് അനുസരിച്ച് അഥവാ ഓർഡർ അനുസരിച്ച് നമുക്ക് ഡേറ്റ് ഇടാം. സോ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താ സംഭവിച്ചത്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ഡെബിറ്റ്, ക്യാഷ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. സോ ഡെബിറ്റ് സൈഡിൽ 1/8 ഓഗസ്റ്റ് ആയിക്കോട്ടെ, 1/8 ഓഗസ്റ്റ്. എങ്ങനെയാണ്, ഡെബിറ്റ് സൈഡിൽ എഴുതുമ്പോൾ 2 എന്ന് കൊടുക്കുക. എന്താ, ടു ക്യാപിറ്റൽ. എന്താണ്, ടു ക്യാപിറ്റൽ. ഈ ജേണൽ ഫോളിയോ എന്ത് ചെയ്തണ്ട, ജേണൽ ഫോളിയോ എന്ന് വെച്ചാൽ പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷൻ ജേണൽ ഏത് പേജിലാണോ എഴുതി ആ പേജ് നമ്പർ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജനറൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ജേണൽ ഫോളിയോ ഫിൽ ചെയ്യുക. അപ്പോൾ പർട്ടിക്കുലേഴ്സിൽ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്തു, ഡേറ്റ് എഴുതി. അതേപോലെ തന്നെ എങ്ങോട്ടേക്ക് അഥവാ ഈ ക്യാഷ് എങ്ങനെയാണ് വന്നത്, ക്യാപിറ്റൽ മുഖേന വന്നത്. സോ ക്യാപിറ്റൽ എമൗണ്ട് 15,000. രണ്ടാമത്തെ ജേണലിൻ്റെ എന്താ, ഡെപ്പോസിറ്റ് ഇൻ ടു ബാങ്ക്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലെ കയ്യിൽ നിന്ന് പോയി. സോ രണ്ടാമത്തെ ദിവസം, സോ 2/8. എങ്ങനെയാ, ക്രെഡിറ്റ് സൈഡിൽ എഴുതുമ്പോൾ ബൈ എന്ന് കൊടുക്കണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ 2 ആകുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ബൈ. എങ്ങനെയാണ്, ബാങ്കിലേക്കല്ല ഇട്ടത്, അപ്പോൾ ബൈ ബാങ്ക്. ഇതിൻ്റെ ജേണലിൻ്റെ എന്താ, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്. അപ്പം ക്യാഷിനെ ക്രെഡിറ്റാണ് ചെയ്തത്. അപ്പോൾ ക്യാഷിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ചെയ്ത് എത്ര, 5,000 rupees. മൂന്നാമത്തേത് എന്താ മക്കളെ, പർച്ചേസ്ഡ് ഗുഡ്സ് 3000 ക്യാഷ്. അപ്പം പർച്ചേസ് ചെയ്തു, അപ്പോൾ ക്യാഷ് കുറയല്ലേ ചെയ്യുക, അപ്പോഴും ക്രെഡിറ്റ് സൈഡിൽ. സോ എങ്ങനെയാണ്, 3/8. എങ്ങനെയാ, ബൈ പർച്ചേസ്. എന്താ, പർച്ചേസിലൂടെയാണുള്ളത് ക്യാഷ് പോയത്. അപ്പോൾ ഇതിൻ്റെ ജേണലിൻ്റെ എന്താ, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ്, ക്യാഷിന് 2 ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, പർച്ചേസ് നമ്മൾ ഡെബിറ്റ് ചെയ്തു. എത്ര എമൗണ്ട്, 3000 രൂപക്ക് അല്ലേ. സോ 3000. അടുത്ത എൻട്രി എന്താ മക്കളെ, അടുത്തത് സെയിൽസ് ആണല്ലോ. സോൾഡ് ഗുഡ്സ് ടു നിഹാൽ ഫോർ ക്യാഷ് 4000. അപ്പോൾ ക്യാഷ് കിട്ടുകയല്ലേ ചെയ്യുക. അപ്പോൾ എന്താ എൻട്രി വരിക, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അല്ലേ. സോ 2 എന്ന് പറഞ്ഞിട്ട് എന്താ ചെയ്യുക, ടു സെയിൽസ്. സെയിൽസിലൂടെയാണ് ക്യാഷ് കിട്ടിയത്. എന്നാൽ ഡേറ്റ് എന്നാ, 4/8 എത്രയാ, 4000 രൂപ കിട്ടി. നമ്മുടെ കയ്യിൽ 15000 ഉണ്ട്. അതിൽ 15000ത്തിൽ 5000 നമ്മൾ ബാങ്കിൽ ഇട്ടു, 3000 നമ്മൾ പർച്ചേസ് ചെയ്തു, പിന്നെ നമുക്ക് 4000 രൂപ കിട്ടുകയും ചെയ്തു. അടുത്ത ട്രാൻസാക്ഷൻ എന്താ, പെയ്ഡ് സാലറി പേ ചെയ്തു, അതും കുറയല്ലേ. സോ എന്താണ്, 5 അല്ലേ, 5/8 എന്ത് ചെയ്തു, ബൈ സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് ആണ്. സോ ബൈ സാലറി. എത്ര, 1000 ആണോ 1500 ആണോ, 1500. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇത് നിങ്ങൾ എല്ലാ ടൈപ്പ് ഓഫ് ജേണൽസും നിങ്ങൾ എന്ത് ചെയ്യണം, ലെഡ്ജർ അക്കൗണ്ട്സും പഠിക്കണം കേട്ടോ. ക്യാഷ് സെയിൽ, വീണ്ടും സെയിൽസ് തന്നെയാണ്. സോ 6/8 ടു സെയിൽസ്. ക്യാഷ് കൂടുമ്പോൾ ഇവിടെ 2 കൊടുക്കണം. എത്ര, 5000 രൂപക്ക് സെയിൽ ചെയ്തു. അടുത്തത് ക്യാഷ് വിഡ്രോൺ ബൈ ഓണർ ബിസിനസ് പൈസ പിൻവലിച്ചു. അപ്പം 7/8 എന്ത് ചെയ്തു, ബൈ എന്താ എൻട്രി വരിക, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് പിൻവലിച്ച്. എങ്ങനെ, ഓണർ പൈസ പിൻവലിക്കുമ്പോൾ അതിന് ഡ്രോയിങ്സ് എന്നാ പറയാം. സോ ബൈ ഡ്രോയിങ്സ്. എന്താണ്, ബൈ ഡ്രോയിങ്സ്. 1000 രൂപയിൽ പിൻവലിച്ചുള്ളൂ. സോ 1000 രൂപ. അവസാന ട്രാൻസാക്ഷൻ എന്താ, കമ്മീഷൻ റിസീവ്. നമുക്ക് കമ്മീഷൻ കിട്ടി. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു കമ്മീഷൻ. സോ 8/8 ടു എന്താണ്, ടു കമ്മീഷൻ. ഫുൾ സാലറി ഇല്ലാതെ ഞാൻ ഷോർട്ടാക്കി. കമ്മീഷൻ എത്രയാണ്, 1000 രൂപ. സോ 1000 rupees. സോ ഫുൾ ട്രാൻസാക്ഷൻ കഴിഞ്ഞില്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ടോട്ടൽ ചെയ്യണം. എന്താ ടോട്ടൽ ചെയ്യാം, മിക്കവാറും അല്ല, എന്തായാലും എന്താ, ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡാണ് കൂടുതൽ ഉണ്ടാവുക. നമുക്കറിയാം അല്ലേ, ഇത് രണ്ടും ഡെബിറ്റല്ല കൂടുമ്പോൾ. അപ്പോൾ അസറ്റും എക്സ്പെൻസും എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവുക. ഇൻകം ക്യാപിറ്റൽ ലയബിലിറ്റി എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അത് ജനറലി അങ്ങനെ 99% ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അല്ലാത്ത കേസ് ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ ഉണ്ടാവും. നിങ്ങൾ അങ്ങനെ നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. സോ 15000, 19000, 25000. സോ 25000 നമ്മുടെ ടോട്ടൽ ഉണ്ട്. സോ ഇപ്പുറം സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ 25000 എഴുതാം. ഇനി ഇവിടെ എത്ര ടോട്ടൽ, 5, 8, 10,500. ഇവിടെ 10500 ഉള്ളത്. സോ 10500 25000 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാകും, 14500 ഉണ്ടാവും. സോ നമ്മുടെ കയ്യിൽ മൊത്തം 25000 ക്യാഷ് വന്നു. അതിൽ 10500 നമ്മൾ ചിലവാക്കി, ബാക്കി 14500 ഉണ്ട്. സോ ബൈ ബാലൻസ് എന്താ, ക്യാരി ഡൗൺ. 14500 ബാലൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ ബാലൻസ്. ഇതാണ് ലെഡ്ജർ അക്കൗണ്ട്. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ നിങ്ങൾക്ക് അഥവാ ഓണം എക്സാമിന് വന്നാൽ ഉറപ്പായിട്ടും 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ വളരെ ഈസിയാണ് ലെഡ്ജർ അക്കൗണ്ട്സിന് പ്രിപ്പറേഷൻ. ഒന്നെങ്കിൽ ജേണൽ എൻട്രി വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് നോക്കി അഥവാ റൂൾ ഓഫ് ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് നോക്കി എന്ത് ചെയ്യാൻ പറ്റും. ഈസി അല്ലേ, സെറ്റ് അല്ലേ. സോ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കിട്ടാൻ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. എല്ലാവരും ലെഡ്ജർ അക്കൗണ്ട്സ് പഠിക്കട്ടെ ഈസി ആയിട്ട് വിത്ത് ലിബാൻ സാർ.